വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡാസ്ലറിൻ്റെ DLC 025 എന്നുള്ളൊരു ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലുള്ളവരും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുള്ളവരും യൂട്യൂബിലുള്ളവരും അതായത് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ചെയ്യുന്നവരൊക്കെ വാങ്ങിച്ച് റിവ്യൂ ചെയ്ത ഒരു പ്രോഡക്റ്റാണിത്. അതായത് വളരെ ചീപ്പർ റേറ്റിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകളിലും അതുപോലെ തന്നെ നിയർ ബൈ ഷോപ്പിലും ഒക്കെ കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്ക്. ഞാനും എൻ്റെ നിയർ ബൈ ഷോപ്പിലുള്ള ഒരു എടുത്തതാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. അതുപോലെ തന്നെ ഇത് ഏത് സ്കിൻ ടോണുകാർക്കും നന്നായിട്ട് സ്യൂട്ടായി പോകുന്നൊരു ഷെയ്ഡ്. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഇത് ക്വാളിറ്റി വൈസ് ഓക്കെ അല്ല. ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 2 ഇയേഴ്സ് ആയിട്ട് പല ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഇതുവരെ ഒരു ലിപ്സ്റ്റിക്സിൽ നിന്നും ഉണ്ടാകാത്ത ഒരു ബാഡായിട്ടുള്ള ഒരു എഫക്റ്റാണ് ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തതിന് ശേഷം എനിക്കുണ്ടായത്. അതായത് ന്യൂഡ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് ന്യൂഡ് ഷെയ്ഡാകുമ്പോൾ നമ്മൾ ഇട്ടെന്ന ഒരു തോന്നൽ വരത്തില്ലല്ലോ, അപ്പോൾ കാണാനും ഒരു ഭംഗിയാണ്. സോ അതുകൊണ്ടിട്ട് വാങ്ങിയ ഒരു ഷെയ്ഡാണ്. അതായത് ഈ കുറേ പേര് റിവ്യൂ ചെയ്യുന്ന കണ്ടിട്ട് മേടിച്ചാണ് ഞാനും ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇത് ഇട്ടതിന് ശേഷം എൻ്റെ ചുണ്ടിനുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇതാ ഗൈസ് അലർജി ആയിട്ടുണ്ടായിരുന്നു. ഇവിടെയും 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 മൊത്തത്തിൽ അത് മാറിയിട്ടില്ല ഇപ്പോഴും നന്നായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പം ഓക്കെയാണ്. ഇപ്പം പെട്ടെന്ന് എൻ്റെ ചുണ്ട് കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും തോന്നില്ല. പക്ഷേ ഒരു 1 വീക്ക് മുന്നേ നല്ല രീതിക്ക് എൻ്റെ ലിപ്പ് ഡാർക്കറായിരുന്നു. അതുപോലെ നല്ല ചൊറിച്ചിലും പൊട്ടുന്നതും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. വാസലിനും ലിപ് ബാമും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പഴയ കണക്ക് ഈ ഒരു ലിപ്പ് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടായിട്ടുള്ളത്, വേറെ ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി എന്നെ അറിയാവുന്നവരൊന്ന് പറഞ്ഞതും അല്ലാണ്ട് തന്നെ കുറേ നെഗറ്റീവ് റിവ്യൂസ് ഇപ്പോൾ ഈ പ്രോഡക്റ്റിനെ പറ്റി വരുന്നുണ്ട്. കാരണം ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിനെ ഡാർക്കർ ആക്കുകയും അതുപോലെ തന്നെ പിഗ്മെൻറ്റഡ് ആക്കുകയും ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഈ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ബാഡായിട്ടുള്ള ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇതിന്നുള്ള ഗുണപാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം വാങ്ങി യൂസ് ചെയ്യാം. വിലക്കുറവാണെന്ന് കണ്ട് ഇതുപോലുള്ള ചീപ്പറായിട്ടുള്ള പ്രോഡക്റ്റ്സ് മേടിച്ച് യൂസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ലിപ്സ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ ക്രീംസ് ആണെങ്കിലും ഒക്കെ. അപ്പോൾ